ഏതൊരു രീതിയിൽ ചിന്തിച്ചാലും ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസി ആയിട്ടുള്ള സർവീസാണ് മെട്രോ. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു തരാം. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഓഫ് ഡൽഹി പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് ഫസ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സോ പാർട്ട് ഫസ്റ്റ് കണ്ടിട്ടില്ലാത്തവർ ഓടിപ്പോയി കണ്ടിട്ട് വന്നോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിൻ്റെ ഫസ്റ്റ് റീസൺ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്, സിസ്റ്റം മാപ്പ്. ഇത് മെട്രോ സ്റ്റേഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എങ്ങോട്ടേക്കാണോ പോകേണ്ടതെന്നും ഏത് മെട്രോയിലാണോ കയറേണ്ടതെന്നും അത് നോക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത റീസൺ, ഇപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ പോയാലും നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം അടുത്ത ബസ് ഉടനെ എങ്ങാനും കാണും എന്നായിരിക്കും. ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് മെട്രോയിൽ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. കാരണം അടുത്ത ഏത് മെട്രോയാണ് വരാൻ പോകുന്നതെന്നും എത്ര മിനിറ്റിനുള്ളിൽ വരുമെന്നും ഡിജിറ്റലി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ പോയിന്റ്, എത്ര മിനിറ്റിനുള്ളിൽ? അതെ, ഒരു മെട്രോ പോയാലും അടുത്ത മെട്രോ മിനിറ്റുകൾക്കുള്ളിൽ വരും. ഓരോ ലൈൻസ് അനുസരിച്ച് സമയത്തിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ബ്ലൂ ലൈൻ ആണെങ്കിൽ 2 മിനിറ്റ്, എയർപോർട്ട് ലൈൻ ആണെങ്കിൽ 10 മിനിറ്റ്. ആൻഡ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്തേക്കാം. ആൻഡ് ആൾസോ പോക്കറ്റ് ഫ്രണ്ട്ലി ആയാലും സ്പീഡ് വൈസ് നോക്കിയാലും ട്രാഫിക് വൈസ് നോക്കിയാലും ട്രാൻസ്പോർട്ടേഷന് ബെറ്റർ മെട്രോ തന്നെയാണ്. അതുമാത്രമല്ല AC-യും ഉണ്ട്. പക്ഷേ നമ്മുടെ KSRTCയിൽ സൈഡ് സീറ്റിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുകൾ കേട്ട് പോകുന്ന സുഖമൊന്നും ഇതിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പാർട്ട് 3യുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ബൈ.